എല്ലാവർക്കും കോഴ്സ് രജിസ്ട്രേഷൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ തേർഡ് സെമസ്റ്റർ FIUGPയുടെ എക്സാം രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ഒരു സ്റ്റെപ്പാണ് കോഴ്സ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് ഇന്നലെയാണ് നമ്മുടെ വെബ്സൈറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്, പോർട്ടൽ ഗെറിപ്പിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് അവരവരുടെ കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇത് എല്ലാ HODമാരും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ ഞാൻ ഫോറസ്ട്രിയുടെ HOD എന്ന നിലയ്ക്ക് ഫോറസ്ട്രിയുടെ HOD ലോഗിനിൽ കയറിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കയറുന്നതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അതിൽ കോളേജ് പ്രോഗ്രാം അഫിലിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കോളേജ് പ്രോഗ്രാം അഫിലിയേഷൻ, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോളേജ് അഫിലിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളുടെ പ്രോഗ്രാം, എൻ്റെ പ്രോഗ്രാം BSc ഫോറസ്ട്രി ആണ്. ഞാനത് BSc ഫോറസ്ട്രി എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് BSc ഫോറസ്ട്രിയുടെ 3 സെമസ്റ്ററുകൾ, ഫസ്റ്റ് സെമസ്റ്റർ ഉണ്ടായിരുന്നു, സെക്കൻഡ് സെമസ്റ്റർ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിലവിൽ തേർഡ് സെമസ്റ്ററും ഉണ്ട്. അതായത് ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞാണ് നമുക്ക് നിലവിലെ തേർഡ് സെമസ്റ്റർ ആണ് എടുക്കേണ്ടത്. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയും അതുപോലെ ഫസ്റ്റ് അഫിലിയേറ്റഡ് ആണ്, സെക്കൻഡ് അഫിലിയേറ്റഡ് ആണ്, തേർഡ് ആണ് ഇനി അഫിലിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ തേർഡ് എന്ന് പറഞ്ഞ അഫിലിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ കോഴ്സ് അഫിലിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത്. ഇവിടെ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന കോഴ്സുകളും ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി ഏതൊക്കെ കോഴ്സുകൾ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഫോറസ്ട്രിയിൽ വന്ന കുട്ടി മെയിനായിട്ട് പഠിക്കുന്നത് മേജർ സബ്ജക്റ്റുകളായിരിക്കും. അതിൽ തന്നെ നമ്മുടെ മൈനർ കോഴ്സിൻ്റെയും ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ DSc 1 എന്ന് പറയുന്നത് മേജറാണ്. നമ്മളുടെ കുട്ടികൾ പഠിക്കുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രീ ഫിസിയോളജി, വുഡ് സ്ട്രക്ചറും മാത്രമാണ്. ഇൻട്രൊഡക്ഷൻ ടു അഗ്രോ ഫോറസ്ട്രിയും വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റും DSc കോഴ്സുകളാണെങ്കിലും അത് ഞങ്ങൾ മൈനറായിട്ടാണ് ഓഫർ ചെയ്യുന്നത്, അതായത് മൈനർ കോഴ്സുകളാണ്. അപ്പോൾ DSc 2 എന്നുള്ളിടത്ത് ഞാൻ കൊടുക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ടു അഗ്രോ ഫോറസ്ട്രിയും വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റുമാണ്. അതായത് നമ്മുടെ DSc സെക്കൻഡ് കോഴ്സുകളാണ്. അത് വേറെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ മേജർ കോഴ്സ് ഞാൻ കൊടുത്തു, ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ തന്നെ മൈനർ കോഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി വരുന്നത് സെക്കൻഡ് മേജർ ആണ്. അടുത്ത സെക്കൻഡ് മൈനർ ആണ്. അത് കുട്ടികൾ എവിടെ നിന്നൊക്കെ എടുക്കാമെന്നുള്ളത് നമ്മുടെ ലിസ്റ്റ് ഉണ്ട്, ഞാൻ ആ ലിസ്റ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നമ്മുടെ കോളേജിൽ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന മൈനറുകൾ ഈ 2 വിഭാഗങ്ങളാണ്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ കോഴ്സുകളും ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ മൈനർ 5ലും മൈനർ 6ലും വരുന്ന എല്ലാ കോഴ്സുകളും ഞാൻ ഈ പറയുന്ന ബാക്കിയുള്ള കോഴ്സുകളിൽ നിന്ന് DSc 3 എന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാം അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു കോഴ്സ് നരേറ്റീവ്സ് ഓഫ് ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഇത് നമ്മുടെ കുട്ടികൾ എടുക്കാണ്ടിരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ കോഴ്സ് അവിടെ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സാണ്. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ കോഴ്സാണെന്ന് തോന്നുന്നു, നരേറ്റീവ്സ് ഓഫ് ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഇത് നമ്മുടെ കോളേജ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോഴ്സ് സെലക്ട് ചെയ്യണം. അങ്ങനെ ഞാൻ ഓരോന്നും നോക്കിയിട്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അടുത്തത് എസെൻഷ്യൽസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്, അവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എസെൻഷ്യൽസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കോളേജിൽ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഇന്ത്യ. ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഇന്ത്യ, ഇത് ഹിസ്റ്ററിയിലാണ് വരുന്നത്. ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഇന്ത്യ. പിന്നീട് വരേണ്ടത് ഫോറസ്ട്രിയിലെ ഇൻട്രൊഡക്ഷൻ ഓഫ് അഗ്രോ, അത് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സുവോളജിയിലെ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ്. സുവോളജി ഏറ്റവും അവസാനമായിരിക്കും ഉണ്ടാവുക. ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ്, സുവോളജിയിൽ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഉണ്ട്. ഓക്കെ, പിന്നീട് വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, അത് കെമിസ്ട്രിയുടെ കോഴ്സാണ്. അത് കെമിസ്ട്രി, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. ഇങ്ങനെ ഞാൻ എല്ലാ കോഴ്സുകളും സെലക്ട് ചെയ്യണം. നമ്മുടെ കോളേജിൽ ഓഫർ ചെയ്യുന്ന എല്ലാവരും അപ്പോൾ എല്ലാ കോഴ്സുകളും ഓഫർ ചെയ്യുന്ന കോഴ്സുകളെല്ലാം സെലക്ട് ചെയ്യണം. അതിൽ MDC കോഴ്സുകൾ മാത്രം നമ്മളുടെ ഒഴികെ, അതായത് നമ്മളുടെ കുട്ടികൾക്ക് നമ്മളുടെ കോഴ്സ് എടുക്കാൻ പറ്റില്ലല്ലോ, അവർ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലെ കോഴ്സുകളായിരിക്കും ഇതിലെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കോഴ്സുകൾ ഒഴികെയുള്ള ബാക്കി MDC കോഴ്സുകളും ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ VSc കോഴ്സുകൾ, VSc നമ്മളുടേത് എടുക്കാം,
വേറെയും എടുക്കാം. അപ്പോൾ നമ്മളുടെ VSC സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടേതും എടുക്കണം, ബാക്കി കോളേജിൽ വരുന്നിരിക്കുന്നതും എടുക്കണം. അങ്ങനെ എല്ലാ കോഴ്സുകളും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൺഫേം കോഴ്സ് സെലക്റ്റഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും മിനിമം കോഴ്സ് ഞാൻ കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതായത് ഇപ്പോൾ മേജറിൽ VSC ഒന്നും ഞാൻ സെലക്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ VSC ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് കൺഫേം ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ ലിസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കോഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്.